5, 4, L40 have ignited. 2, 1, 0, +1. Vehicle lifts +2, off. +3, Vehicle lifts off. +4, +5, चारों स्ट्रैप ऑन के प्रज्वलन के पश्चात सेंट्रल कोर जो थी सॉलिड इंजन वो भी इग्नाइट कर दिया गया है और ये प्रक्षेपण यान सीधा आकाश की ओर अपने अनुमानित पथ पर. This is an important day for science and technology in the country, for space technology in the country. രാജ്യത്തിന് ഇത് അഭിമാന നിമിഷം. തനതായി രൂപീകരിച്ച് വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച് GSLV D5 വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യക്കും ISROയ്ക്കും ഇത് ചരിത്ര നേട്ടം. നമ്പി നാരായണൻ, G മാധവൻ നായർ തുടങ്ങിയവർ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ പ്രത്യേക അതിഥികളായി എത്തുന്നു. ഒപ്പം തന്നെ ശാസ്ത്ര നിരീക്ഷകൻ രാജഗോപാൽ കമ്മത്തും എന്നോടൊപ്പമുണ്ട് ഈ സ്പെഷ്യൽ എഡിഷനിൽ. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇന്നത്തെ ഈ ചരിത്ര നേട്ടത്തെ ഒറ്റ വാചകത്തിൽ താങ്കൾ എങ്ങനെ വിശേഷിപ്പിക്കും? ബഹിരാകാശ പര്യവേഷണ രംഗത്തെ ഇന്ത്യയുടെ ഉജ്ജ്വലമായ നേട്ടമാണ് ഇന്നത്തെ ആ വിക്ഷേപണ വിജയം കൊണ്ട് കൈവരിച്ചിരിക്കുന്നത്. ചർച്ചയിലേക്ക് മടങ്ങിയെത്താം. ആദ്യം പ്രധാന വാർത്തയിലേക്ക്. ബഹിരാകാശ വിക്ഷേപണത്തിൽ ISROയ്ക്ക് ചരിത്ര നേട്ടം. GSLV D5 ദൗത്യം വിജയം. വിക്ഷേപണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ച്. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന 6ാമത് രാജ്യമായി ഇന്ത്യ. ബഹിരാകാശ ഗവേഷണത്തിൽ സുപ്രധാന ദിനമെന്ന് കെ രാധാകൃഷ്ണൻ. ഗായകൻ KP ഉദയഭാനു അന്തരിച്ചു. അന്ത്യം തിരുവനന്തപുരത്തെ വസതിയിൽ. സംസ്കാരം പിന്നീട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയാക്കാമെന്ന വാഗ്ദാനവുമായി തന്നോട് സംസാരിച്ചത് പിണറായിയുടെ ദല്ലാളെന്ന് ഗൗരിയമ്മ. തന്നെ പുറത്താക്കിയത് തെറ്റാണെന്ന് CPIM അറിയിച്ചെന്നും വെളിപ്പെടുത്തൽ. കൊയിലാണ്ടിയിലെ വിഭാഗീയത പരിഹരിക്കാൻ CPIM നേതൃത്വം അനുരഞ്ജനത്തിന്. കെ ശാന്ത രാജി പിൻവലിക്കണമെന്ന് ജില്ലാ നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി ആം ആദ്മി പാർട്ടി. ജനുവരി 10 മുതൽ രാജ്യം മുഴുവൻ അംഗത്വ വിതരണം ആരംഭിക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കും. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി ഡൽഹി സർക്കാർ അന്വേഷിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പകുതിയോടെയെന്ന് സൂചന. പൊതുതെരഞ്ഞെടുപ്പ് നടന്ന ബംഗ്ലാദേശിൽ വോട്ടെണ്ണൽ തുടങ്ങി. അക്രമ സംഭവങ്ങളിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് 17 പേർ. നാളെ മുതൽ 2 ദിവസം ദേശീയ ഹർത്താലിന് പ്രതിപക്ഷ കക്ഷികളുടെ ആഹ്വാനം. പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം യുസേബിയോ അന്തരിച്ചു. വിടവാങ്ങിയത് പോർച്ചുഗൽ ലോക ഫുട്ബോളിന് സംഭാവന ചെയ്ത ഏറ്റവും മികച്ച കളിക്കാരൻ. ആഷസ് പരമ്പര ഓസ്ട്രേലിയ തൂത്തുവാരി. സിഡ്നി ടെസ്റ്റിൽ 281 റൺസിന് ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം GSLV D5 വിജയകരം. GSAT-14 ഉപഗ്രഹത്തെ ഇന്ത്യ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഇതോടെ ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ സ്വയം പര്യാപ്തമായി. This is an important day for science and technology in the country, for space technology in the country. ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച ചരിത്ര നിമിഷം. ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന എഞ്ചിൻ ഉപയോഗിച്ച് വിക്ഷേപണം നടത്താൻ ഇന്ത്യ ഇനി സ്വയം പര്യാപ്തം. ശനിയാഴ്ച രാവിലെ 11:15 തുടങ്ങിയ 29 മണിക്കൂർ കൗണ്ട് ഡൌണിന് ശേഷം ഇന്ന് വൈകുന്നേരം 4:18 എല്ലാ കണ്ണുകളും ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലേക്ക്. GSAT-14 വഹിച്ചുള്ള GSLV D5 ആകാശത്തേക്ക് കുതിച്ചു. തെളിഞ്ഞ കാലാവസ്ഥയിൽ പിഴയ്ക്കാത്ത കുതിപ്പ്. 4:25 വിജയകരമായ ആദ്യ 2 ഘട്ടങ്ങൾക്ക് ശേഷം ക്രയോജനിക് എഞ്ചിൻ പ്രവർത്തനക്ഷമമാകേണ്ട 3ാം ഘട്ടം. ദ്രവീകൃത ഓക്സിജനും ഹൈഡ്രജനും കത്തിച്ച് വേഗത കൈവരിക്കേണ്ട ഈ ഘട്ടമായിരുന്നു ഏറ്റവും നിർണായകം. 4:42 സ്പേസ് സെന്ററിലെ ഉദ്യോഗജനകമായ മുഖങ്ങളിൽ നിറഞ്ഞ സന്തോഷം. GSAT-14 ഭൂമിയിൽ നിന്ന് 205 കിലോമീറ്റർ മുകളിലെത്തിച്ച് ക്രയോജനിക് എഞ്ചിൻ വേർപെട്ടു. For this mission and injected precisely the GSAT-14 communication satellite into the intended orbit. This was another major achievement for the GSLV program. ഇന്ത്യൻ ശാസ്ത്ര ലോകത്തിന്റെ 20 വർഷത്തെ കാത്തിരിപ്പിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഫലമാണ് GSLV D5 വിജയം. ന്യൂസ് ഡെസ്ക് മീഡിയ 1.
ISRO മുൻ ചെയർമാൻ ജി മാധവൻ നായർ, ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ എന്നിവർ തിരുവനന്തപുരത്ത് നിന്ന് ഇന്ന് നമ്മോടൊപ്പമുണ്ട് ഈ സുദിനത്തിൽ. ഒപ്പം തന്നെ ശാസ്ത്ര നിരീക്ഷകൻ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് എന്നോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ നമ്പി നാരായണൻ, 1990കളുടെ തുടക്കത്തിൽ അമേരിക്ക എല്ലാവിധ അടവുകളും പയറ്റി നമുക്ക് ക്രയോജനിക് സാങ്കേതിക വിദ്യ ലഭിക്കാതിരിക്കാൻ, ആ സമയത്ത് ക്രയോജനിക് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ തല പുകഞ്ഞ് ആലോചിച്ച ശാസ്ത്രജ്ഞരിൽ മുൻപന്തിയിലായിരുന്നു താങ്കൾക്ക് ഇപ്പോൾ ഈ നിമിഷത്തെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു? എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതിലൂടെ നമ്മുടെ രാജ്യം കൈവരിക്കാൻ പോകുന്നത്? I am really happy. വളരെ സന്തോഷവും അതേസമയം കുറേ സങ്കടങ്ങളുമുണ്ട്. കാരണം നമ്മൾ കുറച്ചുകൂടെ ഏളിയറായിട്ട് ഇത് അച്ചീവ് ചെയ്യാമായിരുന്നു. ഇപ്പം അത് സംസാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് മൊമെന്റ് ഫോർ ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ആൻഡ് ഫോർ ദി കൺട്രി. Now, ഇതുകൊണ്ട് കണ്ടമാനം പ്രയോജനമുണ്ട്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ യു ഡോണ്ട് ഡിപ്പെൻഡ് അപ്പോൺ എനി മോർ launch from outside. You can do for yourself. രണ്ടാമത്, you can launch for others the satellite, and that is a commercial venture. In fact, this was the reason why the foreign countries were trying to delay you and eliminate you from their competitors list. So, ഇത് രണ്ടും മേജർ അച്ചീവ്മെന്റ് ആണ്. മൂന്നാമത്തത്, അടുത്ത സ്റ്റെപ്പ് മാർക്ക് 3 or enhanced tonnage of cryogenic, ഇതൊക്കെ ഇനി വലിയ പ്രയാസം കാണുമെന്ന് തോന്നുന്നില്ല. which will enhance your capability from 2 tons to 4 tons. So in all, it is a very major achievement, both technically, financially, as well as it can also induce the younger generation to work in a better manner for the space work. ശ്രീ ജി മാധവൻ നായർ, ഇവിടെ ശ്രീ നമ്പി നാരായണൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറയുന്നത് ഇത് കുറെ കൂടി നേരത്തെ നമുക്ക് പ്രാപ്തമാക്കാൻ കഴിയുന്ന, നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. ഒരല്പം വൈകിപ്പോയി, എങ്കിലും ഈ നേട്ടത്തെ കുറച്ച് കാണാൻ കഴിയില്ല. പലപ്പോഴും ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറുന്നതിൽ റഷ്യ മുൻകൈ എടുത്തപ്പോൾ അതുപോലും തടഞ്ഞു അമേരിക്ക. അതിന് കാരണമായി അന്ന് പറഞ്ഞത് ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ഉപയോഗത്തിന് ഒരുപക്ഷെ ഇന്ത്യ തുനിഞ്ഞേക്കുമെന്ന ഭയമായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ, ISROയിലെ ശാസ്ത്രജ്ഞർ തദ്ദേശീയമായ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്ത് അത് ഫലപ്രദമായി വിജയകരമായി ഉപയോഗിച്ചിരിക്കുന്നു. ഭാവിയിൽ നമുക്ക് ഇത് ഏതെല്ലാം തരത്തിൽ ഗുണം ചെയ്യും? ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ ഇതെങ്ങനെ അടയാളപ്പെടുത്തും? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമായി വേണം കരുതാനായി. പ്രത്യേകിച്ചും ഈ ക്രയോജനിക് ടെക്നോളജി എന്ന റോക്കറ്റ്സിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്നതും ഏറ്റവും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എൻജിനാണ്. ഇതിൻ്റെ സാങ്കേതിക വിദ്യ കംപ്ലീറ്റ്ലി ഫ്ലൈറ്റിൽ പ്രൂവ് ചെയ്യുക എന്ന് വെച്ചാൽ വലിയൊരു നേട്ടമാണ്. ഇതിന് ഇസ്രോയുടെ എല്ലാ പങ്കാളികളെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. പിന്നെ ഒരു കാര്യം, ആദ്യം റഷ്യയുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയും അത് പ്രകാരം അവർ ടെക്നോളജി തരാൻ ഏൽക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പല പൊളിറ്റിക്കൽ റീസൺസ് കാരണം അത് വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് 94 ഒരു ഇൻഡിജീനിയസ് ക്രയോജനിക് എഞ്ചിനും സ്റ്റേജും ഉണ്ടാക്കണമെന്നുള്ള പ്രോജക്റ്റ് അപ്രൂവ് ചെയ്യുന്നത്. എന്നിട്ട് 2004, ഏകദേശം ഒരു 10 കൊല്ലത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ എൻജിൻ നമ്മൾ ഗ്രൗണ്ട് ഫയർ ചെയ്യുകയുണ്ടായി. ഇത് ലോക റെക്കോർഡെന്ന് തന്നെ വേണം പറയാനുള്ളത്. സാധാരണ മറ്റു രാജ്യങ്ങൾ 15-20 കൊല്ലം എടുത്തിട്ടാണ് ഇത്തരം ഒരു സ്റ്റേജിലെത്തിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ GSLV ഒക്കെ റഷ്യയിൽ നിന്ന് കിട്ടിയ ക്രയോജനിക് സ്റ്റേജ് വെച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം വന്നത് നമ്മുടേതായിട്ടുള്ള ക്രയോജനിക് എഞ്ചിൻ കൊണ്ട് 2010 ലോഞ്ചായിരുന്നു. അന്ന് ഈ ലോഞ്ച് കഴിഞ്ഞ് അത് പരാജയമായി, അത് ഇഗ്നൈറ്റ് ചെയ്തെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഫെയിലിയർ അനാലിസിസ് റിപ്പോർട്ട് റെക്കോർഡ് ടൈമിന് ഇസ്രോയ്ക്ക് അവൈലബിൾ ആക്കി കൊടുത്തതാണ്. പക്ഷേ അതിനുശേഷമുള്ള പരിപാടികളൊക്കെ കുറച്ച് സ്ലോ ആയി പോയി എന്ന് ഒരു സംശയമുണ്ട്. പക്ഷേ എന്നാലും ഇത്തരം കാര്യങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇസ്രോ ടീം വളരെ സൂക്ഷിച്ച് എല്ലാം നോക്കിയത് കാരണമാണ് ഇത് ഒരു ടെക്സ്റ്റ് ബുക്ക് പെർഫോമൻസ് പോലെ ആയത്. ഇത് ലോകരാഷ്ട്രങ്ങളൊക്കെ നമ്മളെ അസൂയയോടുകൂടി നോക്കാനുള്ള ഒരു അവസരമാണ്.
പിന്നെ ഈ സാങ്കേതിക വിദ്യ ഇനി നമുക്ക് ഇപ്പോഴും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഏകദേശം 4-5 ടൺ ഭാരമുള്ളതാണ്. അതുകൊണ്ട് GSLV കൊണ്ട് മാത്രം അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. GSLV Mark 3യുടെ ഡെവലപ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ Mark 3യുടെ C-20 ക്രയോജനിക് സ്റ്റേജിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള ഒരവസരമുണ്ട്. പക്ഷേ ഇനിയും ആ Mark 3 ഡെവലപ്മെൻറ്റ് നമ്മൾ ബഹുദൂരം പോകാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ സാറ്റലൈറ്റ് വിക്ഷേപണത്തിൽ സ്വയം പര്യാപ്തം ആവൂ എന്ന് പറയാൻ പറ്റുകയുള്ളൂ. റൈറ്റ്. ശ്രീ രാജഗോപാലൻ, ശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങൾ വളരെ ഗഹനതയോടെയും വളരെ ലളിതമായും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് താങ്കളുടെ എഴുത്തുകൾക്ക്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി GSLV D5 എന്ന റോക്കറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇത് GSAT-14 എന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്? ഇക്കാര്യങ്ങളിൽ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ എനിക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് താങ്കൾക്കത് ഒരുപക്ഷെ കുറച്ചുകൂടി വ്യക്തമായി അത് വിവരിക്കാൻ കഴിയും. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. GSLV D5ൻ്റെ വിക്ഷേപണം സംബന്ധിച്ച് അത് കടന്നുപോയ ഓരോരോ ഘട്ടങ്ങൾ, അതിൻ്റെ പ്രത്യേകതകൾ താങ്കൾക്ക് അതൊന്ന് വിവരിക്കാമോ? തീർച്ചയായിട്ടും. GSLVയുടെ പ്രധാനപ്പെട്ട ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 49 മീറ്ററാണ് അതിൻ്റെ ഉയരം. അതിൽ 3 സ്റ്റേജുകളാണുള്ളത്. അതായത് ഫസ്റ്റ് സ്റ്റേജ് സോളിഡ് സ്റ്റേജ് എന്ന് പറയും. ഖര ഇന്ധനമാണ് അതിനുപയോഗിക്കുന്നത്. UD-25 എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇന്ധനമാണ് അതിനുപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ സെപ്പറേഷൻ, അതെ, ഫസ്റ്റ് സ്റ്റേജും സ്ട്രാപ്പോണുകളോട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ സ്ട്രാപ്പോണുകളിലും ലിക്വിഡ് സ്റ്റേജാണ് ഉപയോഗിക്കുന്നത്, ലിക്വിഡ് ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. HTPB എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേജ്, ലിക്വിഡ് എഞ്ചിൻ. വിക്ഷേപണത്തിന് എത്ര സമയത്തിന് ശേഷമാണ് ഇത് സംഭവിക്കുന്നത്? 2.5 മിനിറ്റാണ് സ്ട്രാപ്പോണും ഫസ്റ്റ് സ്റ്റേജുമായിട്ട് ഉള്ളത്. രണ്ടാമത്തെ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ സോളിഡ് ലിക്വിഡ് സ്റ്റേജാണ്, പൂർണ്ണമായിട്ടും ലിക്വിഡ് സ്റ്റേജ്. അത് നമ്മുടെ നമ്പിനാരായൺ സാറും മറ്റുള്ളവരൊക്കെ വികസിപ്പിച്ച വികാസ് എഞ്ചിനാണ് അതിനകത്തുള്ളത്. അതായത് HTPB, ഹൈഡ്രോക്സി ടെർമിനേറ്റഡ് പോളിബ്യൂട്ടാഡിൻ എന്ന് പറയുന്ന ഇന്ധനമാണ് ഉപയോഗിക്കുന്നത്. അത് 4 മിനിറ്റ് 50 സെക്കൻഡോളം ഇതിനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകും. ടോട്ടൽ ഏതാണ്ട് 130 കിലോമീറ്ററോളം ഉയരത്തിൽ എത്തിക്കാൻ ഈ 2 സ്റ്റേജുകൾ കൊണ്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേജ് ക്രയോജനിക് സ്റ്റേജ്, 3ാമത്തെ സ്റ്റേജ്. അതിൽ പ്രത്യേകിച്ച് ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനുമാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് ഓക്സിജൻ ആണെങ്കിൽ -183 ഡിഗ്രി സെൽഷ്യസിലാണ് സൂക്ഷിക്കുന്നത്. ലിക്വിഡ് ഹൈഡ്രജൻ ആണെങ്കിൽ -253 ഡിഗ്രി സെൽഷ്യസിലാണ് ലിക്വിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ എൻട്രോപ്പി, അതിൻ്റെ ഡിസോർഡർ വർദ്ധിപ്പിച്ച് നല്ല ത്രസ്റ്റിലൂടെ ആണ് ഇതിനെ ഉദ്ദേശിച്ച ഭ്രമണപഥത്തിൽ സാറ്റലൈറ്റിനെ എത്തിക്കാനായിട്ടുള്ള ആ ത്രസ്റ്റ് ഇതിന് ലഭിക്കുന്നത്. അതായത് ഈ ക്രയോജനിക് എഞ്ചിൻ എന്ന് പറയുന്നത് താഴ്ന്ന താപനിലയിൽ ദ്രവരൂപത്തിലുള്ള ഗ്യാസ് ഫോം ആണോ? ഇന്ധനം ഓക്സിജനും ഹൈഡ്രജനുമാണ് ഇന്ധനം. പക്ഷേ അത് ലിക്വിഫൈ ദ്രാവക രൂപത്തിൽ ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ 183 ഡിഗ്രി സെൽഷ്യസ് വരണം. ഹൈഡ്രജൻ ആണെങ്കിൽ -253 ഡിഗ്രി. ഈ രീതിയിൽ ശീതീകരിച്ച ഇന്ധനമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സങ്കീർണത വളരെയധികം കൂടുന്നത്. അതിൽ നിന്നും ഏതാണ്ട് 40,000 RPM ഉള്ള ഒരു ഘടകത്തിലേക്കാണ് ഇതിനെ അയക്കേണ്ടത്, ഒരു ടർബോ പമ്പിലൂടെ. അത് 12 മിനിറ്റോളം പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ 720 സെക്കൻഡ് പ്രവർത്തിച്ചാൽ മാത്രമേ 9.7 കിലോമീറ്റർ പെർ സെക്കൻഡുള്ള ആ പ്രവേഗം കൈവരിച്ച് ഇതിനെ നമ്മൾ ഉദ്ദേശിച്ച ഭ്രമണപഥത്തിൽ സാറ്റലൈറ്റിനെ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇന്ന് സാധിച്ചത്. 17 മിനിറ്റ് കൊണ്ടാണ് ഉദ്ദേശിച്ച ഭ്രമണപഥത്തിലേക്ക് GSAT-നെ ആദ്യത്തെ ഭ്രമണപഥം, അതായത് ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റ് എന്ന് പറയുന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് ഇതിനെ എത്തിച്ചത്. അതിനുശേഷം 3 ഘട്ടങ്ങളായിട്ട് ഇതിനെ ഓർബിറ്റ് മാറ്റി ജിയോ സിൻക്രണസ് ഓർബിറ്റിലേക്ക്, അതായത് ഭൗമ തുല്യകാലിക ഭ്രമണപഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ മുകളിൽ തന്നെ സാറ്റലൈറ്റ് നിൽക്കത്തക്ക രീതിയിലുള്ള ഭ്രമണപഥം. അവിടെ ഇപ്പോൾ 3 സാറ്റലൈറ്റ്സിൻ്റെ കൂടെയാണ് ഇതിനെ വിന്യസിക്കാൻ പോകുന്നത്. ഇൻസാറ്റ് 2 ഉണ്ട്, പിന്നെ ഒരു കൽപ്പന സാറ്റലൈറ്റ്. അതിൻ്റെ കൂടെ 4ാമത്തെ സാറ്റലൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ GSAT-14 എത്താൻ പോകുന്നത്. റൈറ്റ്. ശ്രീ നമ്പിനാരായണൻ, GSLV-യുടെ വിക്ഷേപണം താങ്കൾക്കറിയാം 2 തവണ അത് പരാജയപ്പെട്ടു. അതിനുശേഷം 3ാമതൊരു തവണ 2013 കഴിഞ്ഞ വർഷം അതിൻ്റെ വിക്ഷേപണം അവസാന നിമിഷം ഇന്ധന ചോർച്ച മൂലം അത് മാറ്റിവെക്കുകയുണ്ടായി. ആദ്യത്തെ 2 തവണയും ഒരു തവണ റോക്കറ്റ് ദിശ മാറിപ്പോവുകയും 2ാം തവണ അതിൻ്റെ ഫ്യൂവൽ പ്രൊപ്പൽഷൻ്റെ സമയത്ത് അതിന് അപകടം സംഭവിക്കുകയുമാണ് ഉണ്ടായത്. ഇന്നിപ്പോൾ GSLV D5 വിജയകരമായി വിക്ഷേപിച്ചതിലൂടെ GSLV-യുടെ വിക്ഷേപണം കുറ്റമറ്റ രീതിയിൽ ഇനി മുന്നോട്ട് നമുക്ക് നടത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം നമുക്ക് കൈവരുകയാണോ? പിഴവുകൾ കൂടാതെ ഇനി അങ്ങോട്ട് GSLV-യുടെ എല്ലാ വിക്ഷേപണവും നടത്താൻ കഴിയും എന്നാണോ ഇന്നത്തെ വിക്ഷേപണത്തിൻ്റെ വിജയം നമുക്ക് തരുന്ന വിവരം?
ഷുവർ. കാരണം വി ലേൺ ഫ്രം ദ ഫെയിലുവേഴ്സ്. ഇൻഫാക്ട് ഫെയിലുവറാണ് നമ്മൾ കൂടുതൽ പാഠം പഠിപ്പിക്കുന്നത്. സോ ഈ കഴിഞ്ഞ പ്രാവശ്യമുള്ള ഫെയിലുവേഴ്സൊക്കെ ദോ സില്ലി ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് അത് ഒരു വലിയ പാഠമാണ് നമ്മൾ അതിൽ നിന്ന് പഠിച്ചത്. അതുകൊണ്ട് അതിന് മനസ്സിലാക്കാൻ വേണ്ടി അഡീഷണൽ ടെസ്റ്റ് വെയർ കണ്ടക്റ്റഡ്, അഡീഷണൽ ഫുൾ ഡ്യൂറേഷൻ ടെസ്റ്റ് വെയർ ഡൺ. അത് കൂടാതെ ഈ ഇഗ്നിഷനും സസ്റ്റെയിൻ ചെയ്യുന്നതും ഹൈ ആൾട്ടിറ്റ്യൂഡ് കണ്ടീഷൻസിലേക്ക് ടെസ്റ്റ് ചെയ്തു. സോ ചുരുക്കം പറഞ്ഞാൽ ഫെയിലുവേഴ്സിന്റെ റീസൺസ് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത കാര്യം കറക്റ്റ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് അതിനുശേഷമാണ് നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റ് ടെസ്റ്റിന് പോയിരിക്കുന്നത്. സോ ഇൻ ഓൾ പ്രോബബിലിറ്റി we should have no difficulty. But this has to be proved by subsequent flights like PSLV. PSLV in 25 ഫ്ലൈറ്റിൽ 24 ഫ്ലൈറ്റ് സക്സസ്ഫുൾ. അതുപോലെ ഇതും അങ്ങനെ പ്രൂവ് ചെയ്യും എന്ന എന്റെ വിശ്വാസം. there should be no difficulty. I think we should be able to do that. Right. ശ്രീ മാധവൻ നായർ, താങ്കൾ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു വലിയ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ, അതായത് ഇപ്പോൾ 2 ടൺ ഭാരമുള്ള ഉപഗ്രഹമാണ് GSLV D5 ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ GSLV Mark 3 കൊണ്ടുവരുമ്പോൾ അതിൽ 4-5 ടൺ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ നമുക്ക് കഴിയും. GSLV Mark 3 ഇപ്പോൾ ഇവിടെ ശ്രീ നമ്പിനാരായണൻ സൂചിപ്പിച്ചു നിരവധി തവണ ഇത്തരത്തിൽ GSLV വിക്ഷേപണം നടത്തി അതിൽ വിജയം ഉണ്ടാകേണ്ടതുണ്ട്, അത്തരത്തിലൊരു പരിചയം നമുക്കുണ്ടാകേണ്ടതുണ്ട്. GSLV Mark 3 ഇനി വളരെ എളുപ്പത്തിൽ വിജയിപ്പിക്കാൻ കഴിയും എന്നാണോ താങ്കൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് ഉടനടി തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ISROയ്ക്ക് കടക്കാൻ കഴിയുമെന്നാണോ? ഒന്നാമതായി നേരത്തെ ഉണ്ടായ പരാജയങ്ങൾ ശ്രീ നമ്പിനാരായൺ പറഞ്ഞതുപോലെ വളരെ നിസാരമായ കാര്യങ്ങൾ കൊണ്ടാണ്. വല്ല ഹൈ ടെക്നോളജി പ്രോബ്ലം കൊണ്ടോ നമുക്ക് GSLVയുടെ കോൺഫിഗറേഷൻ മനസ്സിലാവാത്തതുകൊണ്ടോ അത് പറപ്പിക്കാനുള്ള കഴിവില്ലാത്തതോ കൊണ്ടോ ആയിരുന്നില്ല. അപ്പോൾ ഈ ക്വാളിറ്റി കൺട്രോളും റിവ്യൂ സിസ്റ്റവും സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ്ഫുൾ ഫ്ലൈറ്റ്സ് നടത്താവുന്നതേ ഉള്ളൂ. PSLVയുടെ ഒരു വിജയ കാരണം ഇത്തരത്തിലുള്ള റിഗറസ് ആയിട്ടുള്ള റിവ്യൂസാണ്. പിന്നെ രണ്ടാമത് ഈ ഡിസൈനിലുള്ള സിംപ്ലിസിറ്റിയാണ്. PSLV വളരെ സിമ്പിളായിട്ടുള്ള കോൺഫിഗറേഷനാണ്. ഇതിലിപ്പോൾ GSLV നോക്കുകയാണെങ്കിൽ എല്ലാം കൂടെ 7 റോക്കറ്റ് എഞ്ചിനുകൾ, മെയിൻ റോക്കറ്റ് എഞ്ചിനുകൾ പ്രവർത്തിക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സങ്കീർണതകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫെയിലിയർ പ്രോബിലിറ്റിയും ഉണ്ട്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ GSLV Mark 3 വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺഫിഗറേഷനാണ്. അതിൽ ഒരു ലിക്വിഡ് കോർ സ്റ്റേജും 2 സോളിഡ് സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സും പിന്നെ ക്രയോജനിക് സ്റ്റേജും മാത്രമാണുള്ളത്. ഇങ്ങനെയുള്ള ഒരു കോൺഫിഗറേഷൻ വളരെ റിലയബിൾ ആയിരിക്കും. അപ്പോൾ ഇസ്രോയുടെ എഫർട്ട് മുഴുവൻ അതിലേക്ക് പോകേണ്ടതാണ്. ഇപ്പോൾ ഈ 2 ടൺ ഭാരം ഉള്ള ഒരു ഉപഗ്രഹം നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കൊമേഴ്സ്യലി അത്ര അട്രാക്റ്റീവ് ആയിരിക്കില്ല. അതുമല്ല നമ്മുടെ ബൾക്ക് ഓഫ് ദ റിക്വയർമെൻറ്റ്സ് ഇതുകൊണ്ട് മീറ്റ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ കഴിയുന്നത് വേഗം GSLV Mark 3 നമ്മൾ ഡെവലപ്പ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ടെക്നോളജിക്കൽ സ്ട്രാറ്റജിയും ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയും വെച്ച് നോക്കുമ്പോൾ ഒരു 2-3 കോൺസിക്യൂട്ടീവ് സക്സസ്ഫുൾ ഫ്ലൈറ്റ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പറേഷണൽ മിഷനായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാവുന്നേ ഉള്ളൂ. ആൾറെഡി റഷ്യൻ ക്രയോജനിക് സ്റ്റേജ് ഉപയോഗിച്ച് GSLV 3 സക്സസ്ഫുൾ മിഷൻ നടത്തി കഴിഞ്ഞു. ഇതിപ്പോൾ 4ാമത്തേതാണ്. ആ ഒരു എക്സ്പീരിയൻസ് കൂടെ നമ്മുടെ കൂടെയുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കറക്ഷൻ, ഈ സോളിഡ് പ്രൊപ്പല്ലൻ്റാണ് HTPB, ലിക്വിഡ് പ്രൊപ്പല്ലൻ്റ് UDMHും N2O4ഉമാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു കറക്ഷൻ ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. റൈറ്റ്. ശ്രീ രാജഗോപാലൻ കമ്മത്ത്, ഒരുപക്ഷെ സാധാരണക്കാരായ ആളുകൾ, പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു രാജ്യം കോടിക്കണക്കിന് രൂപ ഇതുപോലെയുള്ള ഗവേഷണങ്ങൾക്ക്, ബഹിരാകാശ ദൗത്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നതിൽ എന്തിനാണെന്നൊരു സംശയമുണ്ടാകും. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു 3 ഉപഗ്രഹങ്ങൾ ഓൾറെഡി നമുക്ക് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്, നമുക്ക് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ GSAT-14 കൂടുതലായി നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ നൽകാൻ കഴിയും? എങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം? ഏതൊക്കെ മേഖലകളിൽ ഇത് ഗുണം ചെയ്യും? നമുക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷൻ തുടങ്ങിയ ഒരു പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 12 ട്രാൻസ്പോണ്ടറുകളുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഭാരമുള്ള ഉപഗ്രഹങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും.
പിന്നെ മറ്റ് രാജ്യങ്ങളിലെയും നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ വിക്ഷേപിക്കാൻ സാധിക്കും. ഇപ്പോൾ US-ൻ്റെയോ റഷ്യയുടെയോ അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെയോ ഉപഗ്രഹങ്ങളായിരിക്കില്ല നമ്മൾ വിക്ഷേപിക്കുക. നമ്മൾ ചെറിയ രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളായിരിക്കും വിക്ഷേപിക്കുക. അതായത് സ്വന്തമായിട്ട് ഉപഗ്രഹ വിക്ഷേപണ ശേഷി ഇല്ലാത്ത രാജ്യങ്ങൾ പലതുണ്ട്. ആകെ 6 രാജ്യങ്ങൾ മാത്രമാണ് അത് സ്വന്തമായിട്ട് വിക്ഷേപിക്കാനുള്ള ശേഷി കൈവച്ചിരിക്കുന്നത്. വലിയൊരു മാർക്കറ്റാണ് നമുക്കിപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത്. കാരണം മറ്റെല്ലാ രാജ്യങ്ങൾക്കും കമ്മ്യൂണിക്കേഷനുള്ള ഉപഗ്രഹങ്ങൾ വേണം. ഇനി 2020 ഏതാണ്ട് 1200ഓളം ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തുമെന്നാണ് ഒരു കണക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ സാധ്യത എത്രത്തോളമാണെന്ന് നമുക്ക് കാണണം. ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലും 2 ടൺ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്നതിലും വൻ സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. പ്രത്യേകിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള ഉപഗ്രഹങ്ങളും നമുക്ക് ഇതിനകത്ത് വിക്ഷേപിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ സർവകലാശാലകൾക്ക് ഈ ഒരു അവസരം ശരിക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഇപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളെയാണ്. അത് തീർച്ചയായിട്ടും ഇങ്ങോട്ട് മാറ്റാം. വലിയ ഉപഗ്രഹങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ ഏറിയൻ സ്പേസ് ഏജൻസി വിക്ഷേപിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരെ തൽക്കാലം ആശ്രയിക്കേണ്ടി വരും. 5 ടൺ ഭാരമുള്ള ഉപഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള GSLV Mark 3 ഡെവലപ്പ് ചെയ്യുന്നത് വരെ. പിന്നീട് നമുക്ക് സാധ്യതയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുകിട ഇപ്പോൾ ചന്ദ്രയാൻ പോലുള്ള 2 പോലുള്ള സംഗതികൾ തീർച്ചയായിട്ടും GSLV-യിൽ നിന്ന് നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും. ചന്ദ്രയാൻ 2 അത് കുറച്ച് ഭാരമേറിയ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ GSLV-യിൽ നമുക്ക് വിക്ഷേപിക്കാൻ സാധിക്കും. GSLV Mark 3 വരുമ്പോഴത്തേക്കും ഹ്യൂമൻ സ്പേസിലേക്ക് അയക്കുക, ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കുക, സ്പേസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുക, വലിയ ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കുക, പിന്നീട് ഗ്രഹാന്തര ദൗത്യങ്ങൾ, വലിയ ഗ്രഹാന്തര ദൗത്യങ്ങൾ. നമുക്ക് ചന്ദ്രനിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ഈ ഗ്രഹാന്തര ദൗത്യങ്ങൾ. നമുക്ക് ചൊവ്വയിലേക്ക് മനുഷ്യനെ എത്തിക്കണം, അതിനപ്പുറത്തേക്ക് പോകണം. ടൈറ്റൻ, യൂറോപ്പ തുടങ്ങിയ നമ്മൾ ചൊവ്വയിലേക്ക് വരെ എത്തി നിൽക്കുകയാണ്. ടൈറ്റൻ, യൂറോപ്പ തുടങ്ങിയവയുണ്ട്. നമുക്ക് വോയേജർ മിഷൻ പോലൊരു മിഷൻ നമുക്ക് തീർച്ചയായിട്ടും വേണം. ഇതിനൊക്കെയുള്ള വലിയ സാധ്യതകളാണ്. നമുക്ക് സൗരയൂഥത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടുള്ളതല്ല മാനവരാശി എന്നാൽ. കാരണം ഈ ദിനംപ്രതി ഉയരുന്ന ജനസംഖ്യ, ഭൂമി മലിനമായിക്കൊണ്ടിരിക്കുന്നു, അന്തരീക്ഷം മലിനമായിക്കൊണ്ടിരിക്കുന്നു. നാളെ നേരിട്ട് വായു ശ്വസിക്കാൻ കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ ചൊവ്വയും ചന്ദ്രനും ഭൂമിയും എല്ലാം ഒരേപോലെ ആവും. നിയന്ത്രിത സാഹചര്യങ്ങളിൽ വേണം ഭൂമിയിൽ കഴിയേണ്ടതായി വരുന്നത്. അപ്പോൾ നിയന്ത്രിത സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ചന്ദ്രനിലും ചൊവ്വയിലും മറ്റ് ഇടങ്ങളിലും നമുക്ക് കഴിയാൻ സാധിക്കും. നമുക്ക് സ്പേസ് കോളനികൾ വേണ്ടിവരും. ഈ നൂറ്റാണ്ടിൽ തന്നെ ഇതിനുള്ള ആദ്യ പടികൾ ഉണ്ടാകും. 2050 മുൻപ് തന്നെ ചൊവ്വയിൽ മനുഷ്യന്റെ സാന്നിധ്യം ഉണ്ടാകും. ഇത്രത്തോളം സാധ്യതകളാണ് ഇവിടെ ഇപ്പോൾ ശ്രീ രാജഗോപാലൻ കമ്മത്ത് അദ്ദേഹത്തിന്റെ ഒരു ശാസ്ത്ര ഭാവന കൂടി ഇതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. താങ്കൾ കരുതുന്നുണ്ടോ ഭാവിയിൽ ഇനി അങ്ങോട്ട് സ്പേസ് കോളനികളും ഗ്രഹാന്തര ദൗത്യങ്ങളിലൂടെ മനുഷ്യന് മറ്റിടങ്ങളിൽ കൂടി ജീവിക്കാൻ പ്രാപ്തമാകുന്ന തരത്തിൽ പുതിയ സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും? അതിനുള്ള തുടക്കം ബഹിരാകാശ ഗവേഷണ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? You see, the point is, immediate requirement is you have to have communication satellites, remote sensing satellites. You have to have, that kind of a requirement which is there. That's immediate. Naala venam, mattanaal venam. But the external side, you are going for space stations like Mir, or you are talking about interplanetary travel, or you are talking about അതുപോലത്തെ കാര്യങ്ങളൊക്കെ anybody's guess. It requires a detailed study, and the plan must be proper. According to me, I repeatedly say this in all the discussions, that we were not at all clear when we started our activity during 1963. We just thought sounding rocket is the end of our life. But today, where are we? We have come to such a long distance. Now, my point is, according to my opinion, we are clear about what our satellite requirements are. How many satellites, how many transponders, what kind of satellites, etc. But we are not clear with respect to our interplanetary travel, including landing a man in the moon, taking human beings outside, etc. This is certainly required, but it has to be done in the similar intelligent manner by which we have really exploited the satellite technology and the launch vehicle technology. അതുപോലെ വേണം ചെയ്യാനായിട്ട്. It requires a brainstorming session. It requires more discussions. It requires to understand what we are talking about, and the least cost route with maximum benefit ആണ് വേണ്ടത്. ഇന്ന് തന്നെ ഇപ്പം അതിനകത്ത് ഒരു റിപ്ലൈ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. It is not possible. But we need to certainly look into it and take a route which will be beneficial to mankind as well as to Indians.
ശ്രീ മാധവൻ നായർ, ഇന്നിപ്പോൾ നമ്മൾ ഭ്രമണപഥത്തിലെത്തിച്ച ജിസാറ്റ് 14 വാർത്താവിനിമയ രംഗത്ത് എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കും? ചാനലുകൾക്ക് ഏതൊക്കെ തരത്തിൽ അത് പ്രയോജനപ്രദമാകും? ഇതിലിപ്പോൾ എൻ്റെ അറിവിൽ 12 ട്രാൻസ്പോണ്ടറുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ മിറാക്കിളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ രാഷ്ട്രത്തിൻ്റെ ടോട്ടൽ റിക്വയർമെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് 400-ലേറെ ട്രാൻസ്പോണ്ടറുകൾ ആവശ്യമുണ്ട്. അതിൽ ഒരു 160 പോലും നമ്മുടെ കയ്യിലില്ല. ഈ 12 ആഡ് ചെയ്തുകൊണ്ട് അത് വലിയ വ്യത്യാസം വരുത്താൻ പോകുന്നില്ല. അപ്പോൾ ഇതിന് ഒരു അഗ്രസീവ് പ്ലാനിങ് വേണം. നമുക്ക് ആവശ്യമുള്ള ട്രാൻസ്പോണ്ടേഴ്സ് എല്ലാം കൂടെ ചെറിയ വിക്ഷേപണ വാഹനത്തിൽ കൂടി ആയാലും വലിയ സാറ്റലൈറ്റ് ഉപയോഗിച്ച് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിച്ചും റീപ്ലനിഷ് ചെയ്യാനുള്ള ഒരു പദ്ധതി വിഭാവന ചെയ്ത് അത് നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത്തരം ഒരു പ്ലാനിങ്, ഒരു ലോങ് ടേം പ്ലാനിങ് ഇനിയും രൂപപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ നടന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ 11th പ്ലാനിൽ ചെയ്യാൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതും എല്ലാം ഓൾമോസ്റ്റ് റെഡിയായിരുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഒരു പുതിയ പ്രോജക്റ്റ് പോലും അപ്രൂവ് ചെയ്തിട്ടില്ല. ഇത് തന്നെ വലിയൊരു നിരാശാജനകമായ ഒരു സാഹചര്യമാണ്. ഇത് മാറ്റിക്കിട്ടണമെങ്കിൽ ഇസ്രോയ്ക്ക് വളരെ അഗ്രസീവായിട്ട് ഇപ്പോൾ ശ്രീ നമ്പിനാരായണൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാംസ് കൊണ്ടുപോകണം. അതേസമയം തന്നെ ഒരു ഫാർ സൈറ്റഡ് വ്യൂ വെച്ചിട്ട് ലോ കോസ്റ്റ് ആക്സസ് ടു സ്പേസും അതേപോലെ തന്നെ വലിയ വലിയ റോക്കറ്റുകൾ ഉണ്ടാക്കാനും ഉള്ള കഴിവ് നമ്മൾ നേടേണ്ടതുണ്ട്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു നാഷണൽ പെർസ്പെക്റ്റീവ് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. റൈറ്റ്. ശ്രീ രാജഗോപാലൻ കമ്മത്ത്, ഒരുപക്ഷെ ഈ നമ്മുടെ രാജ്യത്തെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ ഭൂഖണ്ഡത്തെ പ്രധാനപ്പെട്ട നീക്കങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ചാര ഉപഗ്രഹങ്ങൾ നമ്മുടെ മുകളിലുണ്ട്. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളുടെ ചാര ഉപഗ്രഹങ്ങൾ നമുക്ക് മുകളിലുണ്ട്. ഇത്തരം ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനത്തെ തടയാനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് കൂടുതലായി കുറെ കൂടി അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉറപ്പുവരുത്താനോ എല്ലാം ഇത്തരം പരീക്ഷണങ്ങൾ നമുക്ക് ഗുണം ചെയ്യുമോ? നമ്മുടെ മുകളിലൂടെ സ്ഥിരമായിട്ട് ചാര ഉപഗ്രഹങ്ങൾ പോകുന്നുണ്ട്. ഒരു 7:15 മണിയാകുമ്പോൾ നമുക്ക് മുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 ഉപഗ്രഹങ്ങൾ നീങ്ങുന്നതായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ നീങ്ങുന്നതായിട്ട് കാണാം. നമുക്ക് തടയാനാവില്ല, കാരണം അത് നമ്മുടെ സ്പേസിലൂടെ അല്ല പോകുന്നത്. അത് ഇൻ്റർനാഷണൽ ഇതാണ്, ആ രീതിയിലാണ് അത് കൈകാര്യം ചെയ്തത്. ഒരുപാട് ചാര ഉപഗ്രഹങ്ങൾ പോകുന്നു. നമ്മൾ തന്നെ ഇസ്രായേലിൻ്റെ ഒരു ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതായിട്ട് കാണുന്നു PSLVയിൽ. നമുക്ക് തടയാനാകില്ല. അവർ നമ്മുടെ നിരീക്ഷണം നടത്തുന്നത് നമുക്കൊരിക്കലും തടയാനാവില്ല. നമ്മൾ സാധാരണ ഡിഫൻസാണ് ചെയ്യുന്നത്. നമ്മളൊരിക്കലും അങ്ങോട്ട് കയറി ഒന്നിനും ആക്രമിക്കാനോ ഒന്നിനും പോകാറില്ല. ഡിഫൻസാണ്. ഡിഫൻസിന് വേണ്ടിയുള്ള ആവശ്യത്തിനായിട്ട് തീർച്ചയായിട്ടും നിരീക്ഷണ ഉപഗ്രഹങ്ങൾ ഭാവിയിൽ വേണം. ഇപ്പോൾ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് നിരീക്ഷണത്തിനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഉപഗ്രഹങ്ങളുണ്ട്. നമ്മുടെ അതിർത്തി കാക്കാനായിട്ടും നമ്മുടെ ഡിഫൻസിൻ്റെ ആവശ്യത്തിനായിട്ടും പ്രയോജനപ്രദമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഉപഗ്രഹങ്ങൾ നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. വളരെ കൃത്യതയുള്ള വിവരങ്ങൾ തന്നെ അവ നൽകുന്നുണ്ട്. അതുമാത്രമല്ല, പിന്നീട് കാലാവസ്ഥ നിരീക്ഷിക്കാനും അന്തരീക്ഷ സ്ഥിതി നിരീക്ഷിക്കാനുമായിട്ടുള്ള ഉപഗ്രഹങ്ങളും നമുക്കുണ്ട്. കൂടാതെ ആശയവിനിമയത്തിനായിട്ടും വാർത്താവിനിമയത്തിനായിട്ടും ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ. തീർച്ചയായിട്ടും ഇതൊരു ചെറിയ കാൽവയ്പ്പാണ്. 12 ട്രാൻസ്പോണ്ടറുകൾ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു അഡീഷനാണ്. ശരിക്കും നമുക്ക് ഒരു എളിയ കാൽവയ്പ്പ്. നമ്മുടെ മുണ്ടുമുറുക്കി എടുത്ത് നടത്തുന്ന വിക്ഷേപണങ്ങളാണിവ. വെറും 350 കോടി രൂപ വെച്ച് നടത്തുന്ന വിക്ഷേപണങ്ങൾ, 500 കോടി രൂപ മുടക്കി നടത്തുന്ന യൂറോപ്യൻ വിക്ഷേപണങ്ങൾക്കാൾ വളരെ ചിലവ് കുറഞ്ഞ വിക്ഷേപണങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇത് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ശ്രീ നമ്പിനാരായണൻ, ചന്ദ്രയാൻ 2 പദ്ധതിയും അതോടൊപ്പം തന്നെ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള ഏതാണ്ട് 13,000 കോടി രൂപ വരുന്ന പ്രൊജക്റ്റുമെല്ലാം നിൽക്കുകയാണ്. കാരണം GSLVയുടെ വിക്ഷേപണ വിജയമാണ് കാത്തിരുന്നത്. ആ വിക്ഷേപണ വിജയം ഉണ്ടായിരിക്കുന്നു. ഇനി അങ്ങോട്ട് ചന്ദ്രയാൻ 2ഉം മനുഷ്യരെ ബഹിരാകാശത്തിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയും ദ്രുതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മവിശ്വാസം നൽകുന്നതല്ലേ ഇന്നത്തെ വിക്ഷേപണ വിജയം? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഐ ഫീൽ നമ്മുടെ ഇന്നത്തെ റിക്വയർമെന്റ് മാധവനായർ പറഞ്ഞതുപോലെ ഇഫ് യു നീഡ് 600 ട്രാൻസ്പോണ്ടേഴ്സ്, അത് ഒരു ക്രാഷ് പ്രോഗ്രാമായിട്ട് അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്ത് അത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് വേണം. അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ്. Chandrayaan 2, who knows, maybe if we think and discuss, we may scrap Chandrayaan 2, we don't know. Or Mangalyaan 2 or 3 or Aditya. See, these are projects which are exploratory in nature. They prove the technology,
they prove the design, they prove the, with no definite plan. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് വിൽ ഹെൽപ്പ് us ടു പ്ലാൻ വാട്ട് വി ഹാവ് ടു ഡു. ഇപ്പൊ ഇതുവരെ വി ഡിഡ് നോട്ട് ഹാവ് ദ ക്രയോജനിക് എഞ്ചിൻ. നമ്മുടെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ ഇല്ലാതിരുന്നു. Now today you know that you have that option available. Now with that option, we should go ahead and meet our immediate requirement in terms of satellite and add to this fleet of reliable vehicles 2 more higher capacity vehicles. That will take care of all your options, and with those options you have parallelly to conduct different discussions and then find out what is that you should do. There is no fancy in saying I am going to Chandrayaan, I am going to Mangalyaan. These are all just fancy. Or I would put it in a diplomatic manner, it is all exploration. But what I feel is that we must have a definite plan, which I don't think that we have. But we will do it in course of time, I am sure about it. It requires a broader discussion, participation from various people, including universities and elderly people. I think that is to be done. ശ്രീ മാധവൻ നായർ, താങ്കളും അതുപോലെ തന്നെ നമ്പി നാരായണനും പറയുന്നത് ഗവേഷണ പര്യവേക്ഷണ സ്വഭാവമുള്ള പദ്ധതികൾക്ക് മുൻതൂക്കം കിട്ടുകയല്ല, അടിയന്തര ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് ഉണ്ടാകേണ്ടത്. ഈ മുൻഗണനാക്രമം, ഈ പ്രയോറിറ്റി നിശ്ചയിക്കുന്നതിൽ, ഈ ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിൽ വീഴ്ച സംഭവിക്കുന്നത് എവിടെയാണ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ 2009 മുമ്പ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത കാര്യങ്ങൾ മാത്രമാണ്. പുതുതായിട്ടുള്ളത് മംഗൾയാനാണ്. അതിനെപ്പറ്റി പലതരത്തിലുള്ള ഡിസ്കഷൻസ് വന്നിട്ടുണ്ട്, ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ട്രാൻസ്പോണ്ടർ കപ്പാസിറ്റി 500 കൂട്ടാനും നമ്മുടെ എർത്ത് ഒബ്സർവേഷൻ പല ആവശ്യങ്ങൾക്കും സമാധാനപരമായിട്ടുള്ളതും അല്ലാത്ത തരത്തിലുള്ള ആവശ്യങ്ങൾക്കുള്ള എർത്ത് ഒബ്സർവേഷൻ കപ്പാസിറ്റി കൂട്ടുകയും പിന്നെ നമ്മുടെ ടെലിമെഡിസിൻ, ടെലി എഡ്യൂക്കേഷനൊക്കെ ഫ്ലാഗ്ഷിപ്പ് പ്രോജക്ട്സ് ആയിരുന്നു. കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് അതെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അതൊക്കെ റിവൈവ് ചെയ്യുന്നതിനൊക്കെ വളരെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പും ആക്ടിവിറ്റിയും കാണേണ്ടിയിരിക്കുന്നു. ഇസ്രോ വളരെ നല്ലൊരു ഓർഗനൈസേഷനാണ്. അവിടെ വളരെ നല്ല ശാസ്ത്രകാരന്മാരുണ്ട്, നല്ല സാങ്കേതിക വിദഗ്ധരുണ്ട്. അവരുടെ കഴിവ് കൊണ്ടാണ് നമ്മൾ ഈ ഉന്നത നിലവാരത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ കഴിവ് വളരെ കുറച്ചു മാത്രമേ അടുത്ത കാലത്തായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ശ്രീ നമ്പിനാരായണൻ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റീസ് എന്തെന്ന് വെച്ച് പ്ലാൻ ചെയ്യാനുള്ള ഒരു മനസ്ഥിതിയും ഒരു ആവേശവും കാണുന്നില്ല. പിന്നെ ഈ വലിയ ഗവേഷണങ്ങൾ ചന്ദ്രയാൻ 2 പോലെയും ആദിത്യയെ പറ്റിയുള്ളതൊക്കെ വളരെ ഒരു ചെറിയൊരു ഭാഗമേ ആവുന്നുള്ളൂ പ്രോഗ്രാമിൻ്റെ. അത് നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ടെക്നോളജി വളർച്ചയ്ക്കും നമ്മുടെ പുതിയ തലമുറയെ ഈ രംഗത്തേക്ക് ആകർഷിക്കാനൊക്കെ വളരെ ആവശ്യം വേണ്ടതാണ്. ഈ ചന്ദ്രയാൻ 2 തന്നെ നേരത്തെ അപ്രൂവ് ചെയ്ത പ്രോജക്റ്റാണ്. ഇനിയും അതിന് പുതിയ അപ്രൂവലിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ ഭാഗങ്ങൾ കാനിബിളൈസ് ചെയ്തിട്ടാണ് ഇപ്പോൾ മാർസ് മിഷൻ നടത്തിയത്. അപ്പോൾ അങ്ങനെ പലതും ആ ഒരു കെയർഫുള്ളായിട്ടുള്ള പ്ലാനിങ്ങും ഒരു ബ്രോഡർ ഡിസ്കഷനും ഒരു ഹൈ വിഷൻ അതാണ് ഇപ്പോൾ നമുക്ക് ഇല്ലാതെ വരുന്നത്. എനിക്ക് പഴയ കാര്യങ്ങൾ പലതും അറിയാം. അന്നൊക്കെ ആ ലീഡേഴ്സിൻ്റെ ആ വിഷണറി അപ്രോച്ച് ഒന്നുകൊണ്ട് മാത്രമാണ് ഇസ്രോ കുതിച്ചു ചാട്ടങ്ങൾ നേടിയിട്ടുള്ളത്. റൈറ്റ്. ക്രയോജനിക് എഞ്ചിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും റഷ്യയുടെ ക്രയോജനിക് എഞ്ചിനുകളെയാണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. ഇന്നിപ്പോൾ തദ്ദേശീയമായ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചെടുത്തതിലൂടെ മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ നമ്മളെ ആശ്രയിക്കുന്ന ഒരു ഘട്ടം വരുമെന്ന് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളുള്ളപ്പോൾ എന്തിനവർ ഇന്ത്യയുടെ അടുത്ത് വരണം? അതുകൊണ്ട് നമുക്കുണ്ടാകാൻ പോകുന്ന വാണിജ്യ സാധ്യതകൾ അത് എത്രത്തോളം വിപുലമാണ്? വളരെ കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ US അല്ലെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒക്കെ നമ്മൾ ആശ്രയിച്ചിട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ സാധിച്ചേക്കാം. എന്നാൽ മറ്റ് ചില ചെറിയ രാജ്യങ്ങൾക്ക് ചിലപ്പോൾ സാധിച്ചേക്കാനും ഇടയില്ല. നമുക്ക് പഴയ ഒരു PSLV ലോഞ്ചിലേക്ക് ഞാൻ കൊണ്ടുപോകും. 10 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്തതാണ്. നമ്മുടെ ഇന്നുള്ള ISROയുടെ ഒരു വൻ വിജയമാണത്. 10 ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. ചെറിയ ഉപഗ്രഹങ്ങളും വലിയ നാനോ സാറ്റലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അത്തരത്തിലുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. PSLVയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് GSLVയിൽ ഇതുപോലെ ആയിക്കൂടാ?
ചെറിയ സാറ്റലൈറ്റ്സ് 2 എണ്ണം വിക്ഷേപിക്കാമല്ലോ നമുക്ക്. ഒരു രാജ്യത്തിൻ്റെ കൂടെ ഒരു സാറ്റലൈറ്റ് കൂടെ നമുക്ക് വിക്ഷേപിക്കാം ജിയോ സിൻക്രണസ് ഓർബിറ്റിലേക്ക്. അത്തരത്തിലുള്ള സാധ്യതകൾ നമുക്ക് ഒരുപാട് മുന്നിൽ കണ്ടുപോകും. വളരെ വലിയ സാധ്യതയാണ് ഞാൻ മുന്നിൽ കാണുന്നത്. ക്രയോജനിക് എഞ്ചിൻ സ്വായത്തമായതിലൂടെ GSLV Mark 3 നിന്ന് നമുക്ക് ക്രയോജനിക് എഞ്ചിൻ വേണം. അത് CE20 എന്ന് പറയുന്ന ക്രയോജനിക് എഞ്ചിനായിരിക്കും അതിലേക്ക് ഘടിപ്പിക്കുക. ശരിക്കും അത്തരത്തിലുള്ള ഒരു വൻ വാണിജ്യ സാധ്യത ഇതിൽ കാണുന്നു. അതുമാത്രമല്ല ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റം വളരെ വലുതാണ് ഇതിനകത്ത്. കാരണം എക്സ്പ്ലോറേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്, ബഹിരാകാശ പര്യവേക്ഷണമാണ്. ശരിക്കും ഇതെല്ലാം ഒരു പര്യവേക്ഷണ ദൗത്യങ്ങളാണ്. യൂട്ടിലിറ്റിയുടെ കാര്യം ഓഫ് കോഴ്സ് നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷനായിരുന്നു മറ്റ് യൂട്ടിലിറ്റിക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ബഹിരാകാശ പര്യവേക്ഷണം ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. സ്പേസ് എക്സ്പ്ലോറേഷൻ അത് ഇതിൻ്റെ വലിയൊരു ഭാഗമാണ്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഇവൻ്റാണ് എല്ലാം. ഇപ്പോൾ മൂൺ മിഷൻ തന്നെ ആയിരുന്നാലും മൂൺ ലാൻഡിങ് തന്നെ ആയിരുന്നു നോക്കിയാലും ചൊവ്വയുടെ മാർസ് മിഷൻ ആയിരുന്നു നോക്കിയാലും അതെല്ലാം ശരിക്കും എക്സ്പ്ലോറേറ്ററി ദൗത്യങ്ങളാണ്. ഇപ്പം നാസയുടെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ നാസയെക്കുറിച്ചൊരു പിക്ചറുണ്ട്. ശരിക്കും എന്തുകൊണ്ടാണ് നല്ലൊരു പബ്ലിക് റിലേഷൻസ് അവർക്ക് എത്തിക്കാൻ സാധിച്ചു. പബ്ലിക് റിലേഷൻസ് എങ്ങനെയാണ് സാധിക്കുന്നത്? സയൻറ്റിഫിക് എക്സ്പ്ലോറേഷനിലാണ്. നമുക്കിപ്പോൾ ടൈറ്റനിലോ യൂറോപ്പിലോ അല്ലെങ്കിൽ വോയേജർ അയച്ചിട്ടോ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല. ദൈനംദിന ആവശ്യങ്ങൾക്ക് യാതൊരു പ്രയോജനങ്ങളില്ല. പക്ഷേ മാനവരാശിയുടെ ആവശ്യത്തിനായിട്ട് മാനവരാശിയുടെ നാളേക്കായിട്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ ദൗത്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഫ്ലാഗ്ഷിപ്പ് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വേണം. അതിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എക്സ്പ്ലോറേറ്ററി ദൗത്യങ്ങളും വേണം. അതിൻ്റെ ആ ഒരു പബ്ലിക് റിലേഷൻസ് വേണം. ആ ഒരു ആത്മവിശ്വാസത്തിലായിരിക്കും മറ്റ് രാജ്യങ്ങൾ നമ്മുടെ കൂടെ കൂടിയിട്ട് നമുക്ക് വാണിജ്യാവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയും ഒരു വലിയൊരു പ്രോഗ്രാമായിട്ട് നമ്മുടെ ബഹിരാകാശ പര്യവേഷണത്തെയും ബഹിരാകാശത്തെയും ഉപയോഗിക്കാൻ സാധിക്കുക. ഈ വരുന്ന ദശകങ്ങളെല്ലാം ഇന്ത്യയുടേതായിരിക്കും. ജസ്റ്റ് നോക്കുക. കാരണം ഈ 2 മെയിൻ വിക്ഷേപണ വാഹനങ്ങളായിരിക്കും നമ്മളെ ഉന്നതിയിലെത്തിക്കുക. ശ്രീ നമ്പിനാരായണൻ, ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിപരമായ ചോദ്യം താങ്കളോട്. ക്രയോജനിക് എഞ്ചിൻ്റെ ഗവേഷണ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് താങ്കൾ. ഇപ്പോൾ തദ്ദേശീയമായ ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ച ഒരു ദൗത്യം വിജയകരമായി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകാൻ കഴിയാത്തതിൽ നഷ്ടബോധമുണ്ടോ? അങ്ങനെയല്ല. it is like this. Actually, I am the one who identified the so-called KVD-1 engine. I claim that. And that is the best engine even today in the international scenario. I don't think that even the Americans have a cryogenic engine which will be 461 seconds specific impulse. Now, I feel very happy for having planned this and then signed this agreement and then proceeded with the agreement, and even when it was broken, അത് സാൽവേജ് ചെയ്യാനായിട്ടുള്ള എല്ലാ അറ്റംപ്സും എന്നെ കൊണ്ട് ഞാൻ ശ്രമിച്ചു. പക്ഷെ നടന്നില്ല. അതിൽ സങ്കടമുണ്ട്. അത് തീർച്ചയായിട്ടും. കാരണം അത് ഈ സോക്കാൾഡ് ഇൻഫേമസ് ചാരക്കേസ് ഉണ്ടായില്ല എന്നിരിക്കട്ടെ. പ്രോബബ്ലി വി വുഡ് ഹാവ് ഗോട്ട് ദിസ് ഡൺ മച്ച് ഏർലിയർ ആസ് ഒറിജിനലി പ്ലാൻ. ആ സങ്കടം ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇന്ന് നമ്മൾ സാധിച്ചതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. കാരണം ഇത് സാധിക്കാതിരിക്കാൻ വേണ്ടി വർക്ക് ചെയ്ത പലരും അവർക്ക് ഇത് കണ്ടിട്ട് വളരെ സന്തോഷം ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ. എനിക്ക് ആ സന്തോഷം മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ വലിയ ആകാശ കുതിപ്പുകൾ നടത്താൻ നമുക്ക് കഴിയട്ടെ. വളരെയധികം ശ്രീ നമ്പി നാരായണൻ, ശ്രീ ജി മാധവൻ നായർ, ശ്രീ രാജഗോപാൽ കമ്മത്തി ചർച്ചയിൽ പങ്കെടുത്തതിന്